മർക്കസ് ഇ തൈബ മുമ്പും ഇപ്പോഴും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രദ്ധിക്കണം, മർക്കസ് ഇ തൈബ പാകിസ്ഥാനിലെ മുരീദ്കയിലാണ്, ലാഹോറിനടുത്തുള്ള മുരീദ്കയിലാണ് മർക്കസ് ഇ തൈബ. എന്താണ് മർക്കസ് ഇ തൈബയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, മർക്കസ് ഇ തൈബ ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പാണ്. ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പാണ് മർക്കസ് ഇ തൈബ. അതിന്റെ മുൻപത്തെയും ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം ഉള്ളതുമായ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മർക്കസ് ഇ തൈബ ഒസാമ ബിൻ ലാദൻ ഫണ്ട് ചെയ്ത് സ്ഥാപിച്ച ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പാണ്. ഇത് ഒരുപാട് ഭീകരവാദികൾ, അതായത് ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരവാദികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഇടമാണ്. അജ്മൽ കസബിനെ ഇവിടെ ട്രെയിൻ ചെയ്ത ശേഷമാണ് മുംബൈയിലേക്ക് അയച്ചത്. നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിൽ ജീവനോടെ പിടിക്കപ്പെട്ട ഏക ഭീകരവാദിയായിരുന്നു അജ്മൽ കസബ്. പിന്നീട് രാജ്യം കസബിനെ തൂക്കിക്കൊന്നു. അപ്പോൾ ഈ കസബിനെ ട്രെയിൻ ചെയ്ത ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ട്രെയിൻ ചെയ്തിട്ടുള്ള മർക്കസ് ഇ തൈബയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇടതുവശത്തുള്ളത് മുമ്പുള്ള മർക്കസ് ഇ തൈബ, ഇപ്പോ ഇന്ത്യൻ അറ്റാക്കിന് ശേഷമുള്ള മർക്കസ് ഇ തൈബ ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പ്, ആയുധ പരിശീലനം, തീവ്രവാദി റിക്രൂട്ട്മെന്റ്, ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യൽ തുടങ്ങി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ ഇടമായിരുന്നു മുരിഡ്കയിലെ മർക്കസ് ഇ തൈബ. മർക്കസ് തൈബയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുൻപും ശേഷവും. ഇന്ത്യൻ ആക്രമണത്തിന് മുൻപ് എങ്ങനെ, ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം എങ്ങനെ, ആ രണ്ട് ദൃശ്യങ്ങൾ കാണുന്നു. ആക്രമണത്തിന്റെ ആഘാതം എത്ര കനത്തതാണ് എന്ന് അവിടുത്തെ ആ ഭിത്തികളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുമുണ്ട്. ഒസാമ ബിൻ ലാദൻ പാലൂട്ടി വളർത്തിയ ലഷ്കർ എ തോയ്ബയുടെ, ഒസാമ ബിൻ ലാദൻ ഫണ്ട് ചെയ്ത് കെട്ടിപ്പടുത്തുയർത്തിയ, ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ ഭീകരവാദം കയറ്റുമതി ചെയ്യാൻ കെട്ടിയെടുത്ത മർക്കസ് തൈബയിലെ ഇപ്പോഴത്തെയും പഴയതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ആക്രമണം എത്രത്തോളം കനത്തതാണ് എന്ന് വ്യക്തമാകുന്നുമുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ നിരവധി ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ട സ്ഥലമാണ് നമ്മൾ ഇന്ന് തകർത്തെറിഞ്ഞത്. 2008 166 പേർക്ക് ജീവൻ നഷ്ടമായ, ഒരേ സമയം മുംബൈ നഗരത്തെ ആകെ വിറപ്പിച്ച താജിലും ട്രിഡന്റിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ നിരന്തരമായി തുരുതുരെ വെടിവെച്ച വലിയ ആക്രമണം, രാജ്യത്തെ നടുക്കിയ ആക്രമണം, മുംബൈ ആക്രമണത്തിന് ഉൾപ്പെടെ ആസൂത്രണമുണ്ടായ സ്ഥലമാണ്. അവിടെ എത്തിയ ഭീകരവാദികൾക്ക് പരിശീലനം നൽകിയ സ്ഥലമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പരിശീലനം നൽകിയ സ്ഥലമാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഈ അടുത്താണ് ഇന്ത്യക്ക് കൈമാറിയത്. ഇന്ത്യയിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ അയാളുടെ തെളിവെടുപ്പ് നടക്കുന്നു. ആ ഭീകരവാദിക്കെതിരായ നിയമ നടപടികളും ഒപ്പം ഭീകരതയുടെ വേര് എത്രത്തോളം ആഴ്ന്നു കിടക്കുന്നുണ്ട് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്നതിന്റെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായത്. പഹൽഗാമിൽ മാത്രം ഉള്ള തിരിച്ചടിയല്ല ഇപ്പോൾ നൽകുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പരിശീലിപ്പിച്ച ഇടത്തെ ആക്രമണം, അജ്മൽ കസബിനെ പരിശീലിപ്പിച്ച ഇടത്തെ ആക്രമണം, അങ്ങനെ കൂടി വേണം ഇപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷനെ കാണാൻ. ഒപ്പം ജമ്മു കാശ്മീരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ഭീകര കേന്ദ്രം കൂടി ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 9 കേന്ദ്രങ്ങൾ. ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് റഷ്യ ഈ സ്ഥിതിവിശേഷത്തിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നു. യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് രണ്ട് രാജ്യങ്ങളോടും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. സംയമനം പാലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. നോക്കണം, 2 ദിവസം മുൻപാണ് വ്ളാദിമിർ പുടിൻ ക്രെംലിനിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചത്. ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയും സഖ്യകക്ഷിയുമാണ് റഷ്യ. ആശങ്ക അറിയിച്ചിരിക്കുന്നു റഷ്യ. യുദ്ധത്തിലേക്ക് പോകരുതെന്ന് ഇരു രാജ്യങ്ങളോടും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെയുള്ള പുതിയൊരു അപ്ഡേറ്റ്, രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ മെയ് 10 വരെ അടച്ചിട്ടിരിക്കുന്നു. ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് വിമാനത്താവളങ്ങൾ, അതായത് പാകിസ്ഥാൻ അതിർത്തിയുമായി സാമീപ്യമുള്ള പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങളാണ്. അതായത് അതിർത്തി സംസ്ഥാനങ്ങളിലെ ജമ്മു കാശ്മീർ, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിലെ വിമാനത്താവളങ്ങൾ, ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് വിമാനത്താവളങ്ങൾ മെയ് 10 5:30 വരെ, രാവിലെ 5:30 വരെ അടച്ച് ഇട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മുടെ പ്രത്യാക്രമണത്തിന്റെ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ വിമാന സർവീസുകൾ ഈ വിമാനത്താവളത്തിലേക്കുള്ളത് റദ്ദാക്കിയിരുന്നു. അതിനകം തന്നെ പുറപ്പെട്ട അന്താരാഷ്ട്ര സർവീസുകൾ ഡൽഹിയിലേക്കുൾപ്പെടെ തിരിച്ചുവിട്ടിരുന്നു. വിമാന കമ്പനികൾ ഉടൻ തന്നെ വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ അറിയിക്കുന്നുണ്ടായിരുന്നു. പത്രക്കുറിപ്പുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് വിമാനത്താവളങ്ങൾ 10-ാം തീയതി വരെ വൈകിട്ട് 5:30 വരെ അടച്ചിടുമെന്ന വാർത്ത വരുന്നത്.